ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോളിയൂംസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിനെ കഥയെന്ന് പറയാൻ കഴിയില്ല. അമേരിക്കയിലെ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ബ്രയാൻ വൈസിന് അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? പുനർജന്മത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണിത്. ജനനം, മരണം, പുനർജന്മം, ഈ 3 കാര്യങ്ങളെയും കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താൻ ഈ പുസ്തകം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡോക്ടർ ബ്രയാൻ വീസ് എഴുതിയ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥയാണ്. മലയാളത്തിൽ നിരവധി ജന്മങ്ങൾ, അനവധി ഗുരുക്കന്മാർ. ഈ ഡോക്ടർ ബ്രയാൻ വീസ് ഒരു സൈക്യാട്രിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമാണെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. അനേകം രോഗികളെ ചികിത്സിക്കുന്ന വളരെ തിരക്കുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഡോക്ടർ വീസിൻ്റെ അടുക്കലേക്ക് മനോരോഗത്തിന് ചികിത്സ തേടിക്കൊണ്ട് കാതറിൻ എന്ന ഒരു സ്ത്രീ എത്തുന്നു. പരമ്പരാഗതമായ ചികിത്സാരീതികളൊക്കെ അവരിൽ പരീക്ഷിച്ചു നോക്കിയിട്ടും യാതൊരു മാറ്റവും വരാത്തത് കൊണ്ട് തന്നെ ഹിപ്നോട്ടിക് ടെക്നിക്കുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഡോക്ടർ വീസ് തീരുമാനിക്കുന്നു. പക്ഷേ ഹിപ്നോട്ടിക് നിദ്രയിൽ ആണ്ടുപോയ കാതറിൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഡോക്ടർ വീസിന്റെ കാഴ്ചപ്പാടിനെ ആകെപ്പാടെ മാറ്റിമറിക്കുന്നു. കാതറിന്റെ മനോരോഗത്തിന് കാരണം അവരുടെ പൂർവ്വജന്മത്തിലെ ചില ഓർമ്മകളാണെന്ന് ഈ ഹിപ്നോട്ടിസം വഴി ഡോക്ടർ വീസ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇതേപ്പറ്റി കൂടുതലായി പഠിക്കാൻ തീരുമാനിച്ച ഡോക്ടർ വീസ് തൻ്റെ ഗവേഷണങ്ങൾ വഴി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ഇനി മുൻപോട്ട് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നേരെ നോവലിലോട്ട് പോയാലോ? മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് ബൈ ഡോക്ടർ ബ്രയാൻ എൽ വീസ്. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ ഡോക്ടർ ബ്രയാൻ വീസിനെ കാണാൻ വരുന്ന കാതറിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഡോക്ടർ വീസ് കാതറിനെ ആദ്യമായി കാണുമ്പോൾ കാതറിൻ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ വെയിറ്റിംഗ് റൂമിൽ വളരെ അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വീസ് അവളെ തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു. അവളെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തപ്പോൾ തന്നെ ഡോക്ടർ വീസിന് മനസ്സിലായി അവൾ എത്രത്തോളം അസ്വസ്ഥയാണെന്ന്. കാരണം അവളുടെ കരങ്ങൾ വളരെ വിയർത്ത് തണുത്ത അവസ്ഥയിലായിരുന്നു. അവളെ മുൻപ് ചികിത്സിച്ച ഡോക്ടർമാർ അവളോട് ഡോക്ടർ വീസിനെ വന്ന് കാണണമെന്ന് 2 മാസങ്ങളായി പറയുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം കാതറിന് ഇപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവളിപ്പോൾ ഡോക്ടർ വീസിന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഡോക്ടർ വീസിന് കാതറിനെ മുൻപേ അറിയാം. ഡോക്ടർ വീസ് മുൻപ് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയായിരുന്നു ഈ കാതറിൻ. ആ ജോലി കൂടാതെ പരസ്യങ്ങളിൽ അഭിനയിച്ചും അവർ പണം സമ്പാദിച്ചിരുന്നു. പക്ഷേ അവളെപ്പറ്റി മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഡോക്ടർ വീസിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതകഥ ഒന്ന് വിവരിച്ചു പറയാൻ ഡോക്ടർ വീസ് അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അവളുടെ കുടുംബത്തെ പറ്റി തന്നെ ആദ്യമായി പറയുന്നുണ്ട്. ഒരു കാത്തോലിക് ഫാമിലിയിലായിരുന്നു അവൾ ജനിച്ചത്. അവൾക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്ത ഒരു സഹോദരനും ഇളയ ഒരു സഹോദരിയും. അവരെ പറ്റിയും ചെറിയ രീതിയിൽ അവൾ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ തൻ്റെ കുടുംബത്തെ പറ്റിയെല്ലാം വിവരിച്ചു കഴിഞ്ഞ കാതറിൻ അവളുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അവളുടെ മുഖത്ത് ഒരു ഭയം ഡോക്ടർ വീസ് കണ്ടു തുടങ്ങി. അവൾ അത്രയും നെർവസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയുന്നുണ്ട്. അവൾക്ക് എല്ലാ കാര്യങ്ങളോടും ഒരു ഭയമായിരുന്നു, പ്രത്യേകിച്ച് വെള്ളത്തോട്. ശ്വാസം മുട്ടുമെന്ന പേടിയുള്ളത് കൊണ്ട് ഒരു ഗുളിക വിഴുങ്ങാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. അതുപോലെ വിമാനത്തിൽ കയറാൻ ഭയം, ഇരുട്ടിനെക്കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ച് ഭയം. ഇങ്ങനെ അവൾക്കില്ലാത്ത ഭയങ്ങളൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉറങ്ങാനായി അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇനി അഥവാ ഉറങ്ങിയാലും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരസുഖവും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ കൗമാര കാലഘട്ടം എത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒന്ന് സോൾവായി വന്നതാണ്.
എന്നാൽ ഇപ്പോഴാവട്ടെ ആ പ്രശ്നങ്ങളെല്ലാം അതിനേക്കാൾ ശക്തിയോടുകൂടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കാതറിന്റെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ എത്രത്തോളം അസ്വസ്ഥയാണെന്നും എത്രത്തോളം അവൾ വേദനിക്കുന്നുണ്ടെന്നും ഡോക്ടർ വീസിന് മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരുപാട് രോഗികളെ സഹായിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ കാതറിനെയും സഹായിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവളെ കുഞ്ഞുനാൾ മുതലേ അലട്ടിയിരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവളുടെ കുട്ടിക്കാലം മുതലുള്ള ചരിത്രങ്ങൾ വിശദമായി അറിയാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ യഥാർത്ഥ ഉറവിടം തനിക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ വീസ് വിശ്വസിച്ചിരുന്നു. അങ്ങനെ കാതറിന്റെ ആ ആൻസൈറ്റി മാറാനായിട്ട് അദ്ദേഹം അവൾക്ക് മരുന്നുകളൊക്കെ എഴുതി നൽകുന്നുണ്ട്. ഇവിടെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്, ഉറക്ക ഗുളികകളും ആൻസൈറ്റിക്കുള്ള മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്നതിൽ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിരുന്നില്ല എന്ന്. എന്നാൽ കാതറിനുമായി ഉണ്ടായ ഈ അനുഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ ചുരുക്കമായി മാത്രമേ ഇങ്ങനെയുള്ള മരുന്നുകൾ എഴുതി കൊടുക്കാറുള്ളൂവെന്നും അദ്ദേഹം പറയുന്നു. ഇനി കാതറിനിലേക്ക് തിരിച്ചു വരാം. അവളുടെ കുട്ടിക്കാലത്തെപ്പറ്റി അവളോട് സംസാരിക്കാനായി അവളുമായി രണ്ടാമത്തെ സെഷൻ ഡോക്ടർ അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ സംസാരിച്ച കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചപ്പോൾ അവളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്നും അവളുടെ ബോധ മനസ്സിന് ഓർത്തെടുക്കാനായി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിപ്നോട്ടിസം വഴി അവയെല്ലാം ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ വീസിന് ബോധ്യമായിരുന്നു. അങ്ങനെ ആ പ്രക്രിയ അവർ ആരംഭിക്കുന്നു. അങ്ങനെ ഹിപ്നോട്ടിക് നിദ്രയിൽ ആണ്ടുപോയ കാതറിൻ തൻ്റെ കുട്ടിക്കാലത്തിലെ ചില സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. വെറും 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവളെ ആരോ ഒരാൾ നീന്തൽ കുളത്തിലെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടുവെന്നും അതിനു മുൻപേ വെള്ളത്തോട് ഭയമുണ്ടായിരുന്ന അവൾക്ക് ഈ സംഭവത്തിന് ശേഷം അതൊരു വലിയ ഷോക്കിന് കാരണമായെന്നും അവൾ പറയുന്നുണ്ട്. പിന്നെ കാതറിന് 11 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മയ്ക്കും ഈ ആൻസൈറ്റിയുടെ അസുഖം ഉണ്ടായിരുന്നതായിട്ട് അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അവളുടെ അമ്മയെയും ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുക്കൽ കൊണ്ടുപോയതായിട്ടും അമ്മയ്ക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതായിട്ടുമൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അമ്മയുടെ ഈ അവസ്ഥയും അവളുടെ മനസ്സിലെ ചില ഭയങ്ങൾക്കെല്ലാം കാരണമായിട്ടുണ്ട്. പിന്നെ തൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നെന്നും ഈ കാരണം കൊണ്ട് തന്നെ അയാൾ എപ്പോഴും വീട്ടിൽ വന്ന് അമ്മയുമായി വഴക്കിട്ടിരുന്നു എന്നൊക്കെ അവൾക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് വളരെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാതറിൻ. എങ്കിലും എല്ലാവരെയും അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരാളുമല്ലായിരുന്നു അവൾ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാത്തോലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാതറിൻ ക്രിസ്തീയ മതവിശ്വാസങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രമാണിച്ചു പോരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചാൽ സ്വർഗരാജ്യത്തിൽ കടക്കാമെന്നും മറിച്ച് തെറ്റായ ജീവിതം നയിച്ചാൽ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നും ഉറച്ചവൾ വിശ്വസിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ദൈവമാണെന്നായിരുന്നു അവളുടെ വിശ്വാസം. ഈ പുനർജന്മത്തിലൊന്നും അവൾക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ കാതറിൻ തൻ്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷന് ശേഷം ലാബ് ടെക്നീഷ്യൻ ആവാനുള്ള കോഴ്സ് ചെയ്തു. അതിനുശേഷം മിയാമി എന്ന് പറയുന്ന സ്ഥലത്ത് അവൾക്ക് ഒരു ജോലിയും ലഭിക്കുന്നു. താൻ ജനിച്ചു വളർന്ന ആ ചെറിയ പട്ടണത്തിൽ നിന്നും മിയാമി പോലെയുള്ള ആ വലിയ പട്ടണത്തിലേക്ക് മാറി താമസിച്ചത് അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കുടുംബത്തിലെ വഴക്കിൽ നിന്നൊക്കെ മാറി നിൽക്കാമല്ലോ എന്ന് ഓർത്ത് അവൾ ആശ്വസിച്ചു. മിയാമിയിലെത്തിയ ആദ്യ വർഷം തന്നെ സ്റ്റുവർട്ട് എന്ന പേരുള്ള ഒരു ജൂതനെ അവൾ പരിചയപ്പെടുന്നു. ആ പരിചയം പ്രണയമായി മാറുകയും ചെയ്തു. സ്റ്റുവർട്ട് ആകട്ടെ ആ സമയത്ത് 2 കുട്ടികളുടെ പിതാവായിരുന്നു. എന്നിരുന്നാലും ഈ പ്രണയബന്ധം അയാൾ മുൻപോട്ട് കൊണ്ടുപോയി. അത്ര സുഖകരമല്ലാത്ത ബന്ധമായിരുന്നെങ്കിലും കാതറിൻ 6 വർഷത്തോളം ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ വീസിന്റെ ക്ലിനിക്കിലേക്ക് അവൾക്ക് ജോലിമാറ്റം ലഭിക്കുന്നത്. പുതിയ ജോലി ലഭിച്ച് ഡോക്ടർ വീസിന്റെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വരുന്നതിന് മുമ്പായി അവളുടെ തൊണ്ടയിൽ ഒരു സർജറി നടത്തിയിരുന്നു. ഈ സർജറിക്ക് ശേഷം ഒരു ഭീതി എപ്പോഴും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സമയമെടുത്താണ് നഴ്സുമാർ അവളെ ആശ്വസിപ്പിച്ചത്. ഈ കാര്യങ്ങളെല്ലാം കാതറിൻ തൻ്റെ ഹിപ്നോട്ടിക് നിദ്രയിൽ ഓർത്തെടുത്ത് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ സെഷൻ മുൻപോട്ട് പോകവേ ഡോക്ടർ എഡ്വേർഡ് പൂലെ എന്ന ആളെ പറ്റിയും കാതറിൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു പീഡിയാട്രിക് ഡോക്ടറാണ്.
അദ്ദേഹം നല്ലവനാണെന്നും ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും അവൾ പറയുന്നു. എഡ്വേർഡുമായി ഒരു നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന അവൾ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. തന്റെ കാമുകനായ സ്റ്റുവർട്ടിന്റെ പെരുമാറ്റ രീതികളും അയാളിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ തന്നെ എത്രത്തോളം ബാധിച്ചു എന്നുമൊക്കെ കാതറിൻ പറയുന്നുണ്ട്. കാതറിന്റെ മാനസിക സംഘർഷം മനസ്സിലാക്കിയ എഡ്വേർഡ് എന്ന് പറയുന്ന ആ ഡോക്ടർ അന്നേ കാതറിനോട് പറഞ്ഞിരുന്നതായിരുന്നു ഡോക്ടർ വീസിനെ വന്ന് കാണാനായിട്ട്. ഡോക്ടർ വീസിനെ അല്ലാതെ മറ്റാരെയും കാണേണ്ട എന്നും എഡ്വേർഡ് അവളോട് പറയുന്നുണ്ട്. പക്ഷേ അവൾ വന്ന് കാണാനൊന്നും കൂട്ടാക്കിയില്ല. ഇതുപോലെ ഡോക്ടർ വീസിനെ പോയി കാണണമെന്ന് അവളോട് നിർദ്ദേശിച്ച മറ്റൊരു ഡോക്ടറുമുണ്ട്. അത് മറ്റാരുമല്ല, അവളുടെ തൊണ്ടയിൽ സർജറി നടത്തിയ ആ സർജൻ തന്നെ. ആ സർജറിക്ക് ശേഷം അവളിലുണ്ടായ മാനസികമായ ആ പിരിമുറുക്കം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അവളോട് പറഞ്ഞതാണ്, നീ ഇനിയും ഒട്ടും വെച്ച് താമസിപ്പിക്കരുതെന്നും ഡോക്ടർ വീസിനെ എത്രയും വേഗം പോയി കാണണമെന്നും. വീണ്ടും ഇങ്ങനെയൊരു സജഷൻ കിട്ടിയിട്ടും അവൾ ഡോക്ടർ വീസിനെ വന്ന് കാണാൻ കൂട്ടാക്കിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവളുടെ മനസ്സിൽ ഭയമായിരുന്നു. അങ്ങനെ കാതറിന്റെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും വളരെയധികം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. 2 പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവൾ കാണാൻ തുടങ്ങി. നിരന്തരമായി ആ 2 സ്വപ്നങ്ങൾ തന്നെ കാണുന്നു. അതിൽ ഒന്ന്, അവൾ കാർ ഓടിച്ച് ഒരു പാലത്തിലൂടെ പോകുമ്പോൾ ആ പാലം തകർന്നു വീഴുന്നതായിട്ടും കാറിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന അവൾ ശ്വാസമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ളൊരു സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നമാകട്ടെ, അവൾ ഇരുട്ട് നിറഞ്ഞ ഏതോ ഒരു മുറിയിൽ അകപ്പെട്ടു പോകുന്നതും മുകളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ തൻ്റെ മേലേക്ക് വന്ന് വീഴുന്നതായിട്ടും അതിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലാതെ താൻ ബുദ്ധിമുട്ടുന്നതായിട്ടുമായിരുന്നു സ്വപ്നം. അടിക്കടി ഉണ്ടാകുന്ന ഈ സ്വപ്നങ്ങൾ കൂടി ആയപ്പോഴാണ് കാതറിൻ ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട എന്ന് കരുതി ഡോക്ടർ വെയ്സിനെ വന്ന് കാണാൻ നിർബന്ധിതയായത്. അങ്ങനെ ഡോക്ടർ വീസുമായിട്ടുള്ള കാതറിൻ്റെ ഈ തെറാപ്പി സെഷൻസ് 18 മാസമായിരിക്കുന്നു ഇപ്പോൾ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ 1-2 തവണ വീതം കാതറിൻ തെറാപ്പിക്ക് വേണ്ടി ഡോക്ടറിൻ്റെ അടുക്കൽ എത്താറുണ്ട്. ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഓരോ തെറാപ്പി സെഷൻസിലും നേരത്തെ ഉണ്ടായതുപോലെ തന്നെ അവൾ ഹിപ്നോട്ടിസത്തിൽ ആവുകയും അതിൽ നിന്നും തൻ്റെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളൊക്കെ വിവരിച്ചു പറയുകയും അവൾ ചെയ്യുന്നുണ്ട്. കാരണം മിക്ക കാര്യങ്ങളും അവൾക്ക് തൻ്റെ ബോധമനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവയിലേക്ക് ആഴത്തിൽ പോകണമെങ്കിൽ ഹിപ്നോട്ടിസം മാത്രമാണ് ആകെയുള്ള വഴി. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള രോഗികൾ തങ്ങളുടെ മനസ്സിലെ വേദനാജനകമായ പൂർവ്വചരിത്രങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ അവരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കാതറിന്റെ കാര്യത്തിലാവട്ടെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഈ 18 മാസത്തെ സെഷൻസ് കഴിഞ്ഞിട്ടും അവളിൽ കാര്യമായ ഒരു പുരോഗതിയും ഡോക്ടർ കണ്ടില്ല. അവളുടെ മനസ്സിലെ ഉത്കണ്ഠയും ഭയവും പേടിപ്പിക്കുന്ന ആ സ്വപ്നവും അതെല്ലാം ഒരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇരുട്ടിനെയും വെള്ളത്തെയും അടച്ചിട്ട മുറികളെയും എല്ലാം അവൾ പണ്ടത്തേതിൽ കൂടുതൽ ഭയക്കാൻ തുടങ്ങി. ഇവിടെ ഡോക്ടർ വീസ് ആവട്ടെ എന്ത് സംഭവിച്ചാലും കാതറിനെ സുഖപ്പെടുത്തുമെന്ന് തീരുമാനിച്ചുറച്ചു. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോഴാണ് 1982 അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. വിമാനയാത്ര ഭയപ്പെട്ടിരുന്ന കാതറിൻ തൻ്റെ കാമുകനായ സ്റ്റുവർട്ടുമായി ഷിക്കാഗോയിൽ നടക്കുന്ന ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാനായി പോകുന്നു. അവിടെ വെച്ച് അവർ 2 പേരും ഈജിപ്ഷ്യൻ ആർട്ട് മ്യൂസിയത്തിൽ നടക്കുന്ന ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നു. കാതറിൻ ആവട്ടെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയെപ്പറ്റി യാതൊരു അറിവുമില്ല. എന്നിരുന്നാലും അവിടെ എക്സിബിഷനിൽ നിരത്തിയിരുന്ന ചില വസ്തുക്കളൊക്കെ അവൾക്ക് വളരെ സുപരിചിതമായി തോന്നി. അതിൽ ചില വസ്തുക്കളെക്കുറിച്ച് മ്യൂസിയം ഗൈഡ് തെറ്റായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ കാതറിൻ ഇടപെട്ട് അയാളെ തിരുത്തുന്നു. ആ തിരുത്തലുകളൊക്കെ ശരിയായി വരികയും ചെയ്തു. ആ ഗൈഡും അവിടെ നിന്ന ആൾക്കാരുമെല്ലാം അത്ഭുതപ്പെട്ടു പോയി. എന്തിനു പറയുന്നു, കാതറിൻ പോലും അത്ഭുതപ്പെട്ടു പോയി. തനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് അവൾ തന്നെ ചിന്തിക്കുകയാണ്. എനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇത്ര വിശ്വാസത്തോടുകൂടെ ഞാൻ എങ്ങനെ പരസ്യമായ ആളെ തിരുത്തി? പിന്നെ അവൾ തന്നെ ആശ്വസിച്ചു. ചിലപ്പോൾ അവൾ ചെറുപ്പത്തിൽ പഠിച്ചതോ കേട്ടതോ ആയ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ആയിരിക്കാം, അതൊക്കെ പുറത്തു വന്നതായിരിക്കാം എന്ന് അവൾ വിശ്വസിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ഡോക്ടർ വീസിന്റെ അടുത്ത് സാധാരണ പോലെ
തെറാപ്പി സെഷന് വന്ന കാതറിൻ ഷിക്കാഗോയിൽ നടന്ന ഈ അനുഭവം അദ്ദേഹത്തോട് വിവരിച്ചു പറയുന്നു. ഇത് കേട്ട ഡോക്ടർ വീസ് അവളെ അവളുടെ സമ്മതത്തോടുകൂടെ തന്നെ വീണ്ടും ഹിപ്നോട്ടിസം ചെയ്യാനായി തീരുമാനിക്കുന്നു. ഇതിന് അവളുടെ ചെറുപ്പകാലത്തിലെ ഏതെങ്കിലും ഓർമ്മകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? ഡോക്ടർ വീസ് ധാരാളം രോഗികളിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഹിപ്നോട്ടിസം. 2-3 വയസ്സുള്ളപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പോലും ഹിപ്നോട്ടിസം വഴി ഓർത്തെടുത്ത് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതിയിൽ വളരെയധികം കോൺഫിഡന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ കോൺഫിഡൻസിൽ കാതറിന് വിശ്വാസവുമുണ്ട്. അങ്ങനെ അവൾ ഹിപ്നോട്ടിസത്തിനായി അദ്ദേഹം കാണിച്ചു കൊടുത്ത ആ കസേരയിലേക്ക് പോയി കിടക്കുന്നു. അങ്ങനെ കാതറിന്റെ ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആയി അവൾ പൂർണ്ണമായും ഹിപ്നോട്ടിസത്തിലേക്ക് ആണ്ടുപോയി എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവളോട് തിളങ്ങുന്ന ഒരു വെളുത്ത പ്രകാശം അവളുടെ നെറ്റിയുടെ ഉള്ളിലായി പ്രകാശിക്കുന്നതായി സങ്കല്പിക്കാനായി നിർദ്ദേശിച്ചു. എന്നിട്ട് ആ പ്രകാശം അവളുടെ ശരീരമാസകലം വ്യാപിക്കുന്നതായും ചിന്തിക്കാൻ നിർദ്ദേശിച്ചു. അവൾ അത് അനുസരിക്കുകയും അവളിൽ കൂടുതൽ ശാന്തത ഉണ്ടാകുന്നതായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അങ്ങനെ അവൾ പൂർണ്ണമായും ആ നിദ്രയിലേക്ക് വഴുതി വീണു. ഡോക്ടർ 1 തൊട്ട് 10 വരെ എണ്ണി. ഓരോ അക്കം കഴിയുമ്പോഴും അവളിൽ കൂടുതൽ ശാന്തത ഉണ്ടാവുന്നതായി അദ്ദേഹത്തിന് തോന്നി. തന്റെ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിക്കാനും ചുറ്റുമുള്ള എല്ലാ ശബ്ദത്തെയും ഒഴിവാക്കാനും ഡോക്ടർ അവളോട് നിർദ്ദേശിച്ചു. അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുമുണ്ട്. ഈ പ്രക്രിയ കംപ്ലീറ്റ് ആവാൻ ഏതാണ്ട് 20 മിനിറ്റ് എടുത്തു. അതിനുശേഷം ഡോക്ടർ അവളോട് തന്റെ പൂർവ്വകാലത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു പോകാനായി നിർദ്ദേശിച്ചു. വേദനാജനകമായ ഓരോ കാര്യങ്ങളാണ് അവൾ ഓർത്തെടുത്ത് പറയുന്നത്. തനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഡെന്റിസ്റ്റിന്റെ അടുക്കൽ പോയപ്പോഴുണ്ടായ ഒരു വേദനാജനകമായ അനുഭവം അവൾ പറയുന്നുണ്ട്. അതിനുശേഷമാകട്ടെ അവൾ വീണ്ടും ആ 5 വയസ്സുള്ളപ്പോൾ നീന്തൽക്കുളത്തിൽ നിന്നും ആരോ തള്ളിയിട്ട അനുഭവത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. അന്ന് വെള്ളത്തിൽ വീണപ്പോൾ താൻ ഒരുപാട് വെള്ളം കുടിച്ചുവെന്നും ശ്വാസം മുട്ടിയെന്നും അവൾ പറയുന്നുണ്ട്. അവൾ പറയുക മാത്രമല്ല, ആ ശ്വാസം മുട്ടലിന്റെ അവസ്ഥ ആ ഹിപ്നോട്ടിക് നിദ്രയിൽ കിടന്നുകൊണ്ട് അവളുടെ ശരീരമാസകലം അവൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരാൾ കണ്ടാൽ അവൾ വീണ്ടും ശ്വാസം മുട്ടുകയാണെന്ന് തോന്നും. കാരണം അവളുടെ ശരീരം അത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. അവൾ പാനിക് ആവുന്നു എന്ന് തോന്നിയ ഡോക്ടർ അവളെ ഇടപെട്ട് വീണ്ടും ആ കാര്യങ്ങൾ കഴിഞ്ഞു പോയി, നീ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മുമ്പോട്ട് വന്നിരുന്നു, അത് ചെറുപ്പകാലത്തിലെ ആണെന്നും അതിൽ നിന്ന് കരകയറി വരാനൊക്കെ ഉപദേശിക്കുന്നു. അപ്പോൾ തന്നെ അവളുടെ ശ്വാസമുട്ടൽ മാറുകയും അവൾ സാധാരണ രീതിയിലാവുകയും ചെയ്യുന്നു. ഇതിനു ശേഷം അവൾ പോയത് തന്റെ 3-ാം വയസ്സിലേക്കാണ്. അവൾ ഇരുട്ടടഞ്ഞ ഒരു മുറിയിലാണ്. ഇതേ മുറിയിൽ മദ്യപാനിയായ അവളുടെ പിതാവുമുണ്ട്. അയാൾ അവളെ മോശമായ രീതിയിൽ സ്പർശിക്കുന്നതും ഭയന്ന് വിറച്ചുകൊണ്ട് അവൾ അലറിക്കരയുന്നതും അവൾ ഓർക്കുന്നു. അലറിക്കരഞ്ഞ അവളുടെ വായ അയാൾ തന്റെ കരങ്ങൾ കൊണ്ട് മൂടിവെക്കുന്നതും അവൾക്ക് ശ്വാസം മുട്ടുന്നതും അവൾക്ക് ഓർമ്മയുണ്ട്. ആ കരച്ചിൽ ഇതാ ഡോക്ടറുടെ മുൻപിൽ കിടക്കുന്ന കാതറിൻ ഇപ്പോൾ വീണ്ടും കരയുകയാണ്, അതേ രീതിയിൽ ആ ഹിപ്നോട്ടിക് നിദ്രയിൽ കിടന്നുകൊണ്ട്. അങ്ങനെ പൊട്ടിക്കരയുന്ന അവളോട് ഡോക്ടർ വീസ് വീണ്ടും നിർദ്ദേശിക്കുകയാണ്, ഈ അനുഭവങ്ങൾ കഴിഞ്ഞുപോയി എന്നും നീ ഇപ്പോൾ ഡോക്ടർ ബ്രയാൻ വീസിന്റെ ഓഫീസിലെ ചാരു കസേരയിൽ സുഖമായി ഉറങ്ങുകയാണെന്നും അവളോട് ഡോക്ടർ പതുക്കെ മന്ത്രിക്കുന്നു. ഉടൻ തന്നെ അവളെ കരച്ചിൽ നിർത്തി വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അന്നത്തെ സെഷൻ അവിടെ അവസാനിച്ചു. അതിനുശേഷം ഭയന്ന് വിറച്ചുകൊണ്ടാണ് അവൾ ഡോക്ടറുടെ ഓഫീസിൽ നിന്നും അന്ന് പുറത്തേക്ക് പോയത്. ഇങ്ങനെയുള്ള കുറെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കാൻ ഡോക്ടർ വിട്ടുപോയി. കാരണം ഇപ്പോൾ തന്നെ അവളുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. വീണ്ടും അത് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് പിന്നീടാവാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ അവസ്ഥയിൽ ചെറിയ മാറ്റമെങ്കിലും വന്നിട്ടുണ്ടാവുമെന്നാണ് ഡോക്ടർ പ്രതീക്ഷിച്ചത്. എന്നാൽ അടുത്ത ആഴ്ച അവൾ വീണ്ടും ഡോക്ടറെ കാണാൻ വന്നപ്പോഴാകട്ടെ തനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് അവൾ ഡോക്ടറോട് പറഞ്ഞു. ഇത് കേട്ട ഡോക്ടർക്ക് അത്ഭുതവും നിരാശയും തോന്നി. 6 വയസ്സിലെ കഥയും 5 വയസ്സിലെ കഥയും 3 വയസ്സിലെ കഥയും എല്ലാം, ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം അവൾ ഡോക്ടറോട് തുറന്നു പറഞ്ഞതാണ്. എന്നിട്ടും അവളിൽ മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ ഇനി 3 വയസ്സിന് മുമ്പേ അവൾക്ക് അങ്ങനെ വേറെന്തെങ്കിലും ഉണ്ടായി കാണുമോ എന്ന് ഡോക്ടർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സെഷനിൽ ആ ഹിപ്നോട്ടിക് നിദ്രയിൽ ഡോക്ടർ അവളുടെ
അവളെ അവളുടെ 2ാം വയസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ ഇപ്പോൾ എന്താണ് കാണുന്നതെന്ന് ഡോക്ടർ ചോദിച്ചു. ആ ഹിപ്നോട്ടിക് നിദ്രയിൽ മയങ്ങിക്കിടന്നുകൊണ്ട് അവൾ നേരിയ ശബ്ദത്തിൽ ഡോക്ടറോട് പറയുകയാണ്, ഞാൻ വെളുത്ത കുറെ പടവുകൾ കാണുന്നു. അവിടെ വലിയ തൂണുകളുള്ള ഒരു വെളുത്ത കെട്ടിടവുമുണ്ട്. ആ കെട്ടിടത്തിന്റെ മുൻഭാഗം ഒരു ഓപ്പൺ സ്പേസ് ആണ്. വാതിലുകൾ ഒന്നുമില്ല. ഞാൻ നീളമുള്ള എന്തോ വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എന്റെ മുടി പിന്നി കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് സ്വർണ്ണ നിറമാണ്. ഇതൊക്കെ കേട്ട് ഡോക്ടർ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായി. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവളുടെ മനസ്സിന്റെ ബോധം പരിശോധിക്കാനായി അവളോട് ചോദിക്കുകയാണ്, ഇത് ഏത് വർഷമാണ്? എന്താണ് നിന്റെ പേര്? പെട്ടെന്ന് തന്നെ അവൾ ഉത്തരം പറഞ്ഞു, എന്റെ പേര് അരോണ്ട. എനിക്ക് 18 വയസ്സ്. ഈ കെട്ടിടത്തിന്റെ മുൻപിലായി കുറെ കടകളുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഒരു തരം കൊട്ടകൾ തോളിൽ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു താഴ്വരയിലാണ്. ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ട്. ഒരു കിണർ കാണാം. നദിയൊന്നുമില്ല. ഒന്നും വളരാത്ത മണൽ കൊണ്ടുള്ള ഒരിടമാണ്. ഈ താഴ്വരയിൽ വെള്ളം വരുന്നത് അടുത്തുള്ള പർവ്വതങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ വർഷം 1836 BC. ഇത് പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ ഭൂപ്രദേശത്തെ കൂടുതലായി വർണ്ണിക്കാൻ തുടങ്ങി. അവിടെയുള്ള അവളുടെ ജീവിതത്തിലേക്ക് കൂടുതലായി സഞ്ചരിക്കാൻ ഡോക്ടർ അവളെ പ്രോത്സാഹിപ്പിച്ചു. അവൾ തുടർന്നു, ഇവിടെ ധാരാളം മരങ്ങൾ കാണാം. എന്റെ മുടിക്ക് സ്വർണ്ണ നിറമാണ്. അടുപ്പും തീയും കാണാം. നീളമുള്ള ഉടുപ്പാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ക്ലിയാസ്ട്ര എന്ന പേരുള്ള ഒരു മകളുണ്ട് എനിക്ക്. അതെ, ക്ലിയാസ്ട്ര ശരിക്കും റേച്ചലാണ്. അവളങ്ങനെ പറയാൻ കാരണം അവൾ ഈ ഹിപ്നോട്ടിക് നിദ്രയിൽ കാണുന്ന ക്ലിയാസ്ട്ര എന്ന തന്റെ മകൾക്ക് തന്റെ യഥാർത്ഥ ജീവിതത്തിലെ അനന്തരവളായ റേച്ചലിന്റെ അതേ മുഖഛായയാണ്. അതുകൊണ്ടാണ് അവൾ ആ നിദ്രയിൽ ക്ലിയാസ്ട്ര റേച്ചലാണെന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ട് ഡോക്ടർ ആകെപ്പാടെ അന്തം വിട്ടിരിക്കുകയാണ്. അവളോട് എന്ത് ചോദിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അവൾ വിവരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയുള്ളതാണ്. ഡോക്ടർക്ക് ഒന്നും അറിയാത്ത ഒരവസ്ഥ. അവളുടെ ഭൂതകാലത്തിലെ കുഞ്ഞ് അവളുടെ ഇപ്പോഴത്തെ അനന്തരവളായതെങ്ങനെയാണ്? ഡോക്ടർക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ആയിരക്കണക്കിന് രോഗികൾ തന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. അതിൽ പലരും ഹിപ്നോട്ടിസത്തിന് വിധേയരായിട്ടുമുണ്ട്. ഇങ്ങനെ പല ഓർമ്മകളും പങ്കുവച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കഥ നാളിതുവരെയും ഒരാളും ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ അനുഭവം ഡോക്ടർക്കുണ്ടായിട്ടില്ല. ഏതായാലും ഡോക്ടർ അവളോട് മുൻപോട്ട് പോകാൻ നിർദ്ദേശിച്ചു. അവളോട് ഇനി എന്താണ് ചോദിക്കേണ്ടതെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ വേദനാജനകമായ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഓർത്തെടുത്ത് പറയുവാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. അവൾ തന്റെ വിവരണം തുടർന്നു. വലിയ തിരമാലകൾ വരുന്നു. ഈ ഗ്രാമത്തിലെ മരങ്ങളെല്ലാം കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓടി രക്ഷപ്പെടാൻ ഒരിടവുമില്ല. അത്ത് വിറയ്ക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല. കുഞ്ഞിനെ ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം എന്നെ ശ്വാസം മുട്ടിക്കുന്നു. എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്നും പോയി. ഇങ്ങനെ പറഞ്ഞ് ആകെപ്പാടെ പാനിക്കായ കാതറിൻ വിറച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഡോക്ടർക്ക് ഇവിടെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇത് നിർത്തിയിട്ട് കാതറിൻ സാധാരണഗതിയിലാവുകയും കാര്യങ്ങൾ വീണ്ടും വിവരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭാഗ്യം, കുഞ്ഞെന്റെ കയ്യിൽ നിന്നും പോയതല്ല. കുഞ്ഞെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഗ്രാമത്തിലെ കുറെ ആൾക്കാരെ എനിക്ക് കാണാം. എൻ്റെ സഹോദരനുമുണ്ട് അവരുടെ കൂടെ. ഡോക്ടർ ആവട്ടെ ഇപ്പോഴും അത്ഭുത സ്തബ്ധനായിരിക്കുകയാണ്. ഇതവളുടെ പൂർവ്വജന്മമാണോ പുനർജന്മമാണോ എന്താണെന്ന് പോലും ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതൊന്നും അവൾ ഉണ്ടാക്കി പറയുന്ന കെട്ടുകഥയല്ല. അവളുടെ വികാര വിചാരങ്ങളും അവളുടെ മുഖഭാവങ്ങളും അവൾ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും കൃത്യതയും ആ വിവരണത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ ബോധമനസ്സിൽ നിന്ന് വരുന്ന ഒന്നല്ലായിരുന്നു. അവൾ ആ ഹിപ്നോട്ടിക് നിദ്രയിൽ കിടന്നുകൊണ്ട് തൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും പറയുന്ന അവളുടെ അനുഭവങ്ങളായിരുന്നു അവയെല്ലാം. കാതറിൻ്റെ ഈ അനുഭവങ്ങളെല്ലാം കേട്ട് ഡോക്ടർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. അവൾ ഒരു മനോരോഗിയല്ല. അവൾ ഇതൊന്നും അഭിനയിക്കുന്നതല്ല. അവൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുമല്ല. മറ്റു രോഗങ്ങളൊന്നും അവൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കുള്ളത് ഒരു മനോരോഗമല്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും തിരിച്ചറിയുകയാണ്. എങ്കിലും
ഇത്രയും കൃത്യതയുള്ള വിവരങ്ങളൊക്കെ അവൾ എവിടെ നിന്നാണ് ഈ പറയുന്നതെന്ന് മാത്രം ഡോക്ടർക്ക് മനസ്സിലായില്ല. ഏതായാലും ഡോക്ടർ അവളോട് വീണ്ടും കാര്യം പറയാൻ തുടരാൻ ആവശ്യപ്പെട്ടു. നീ വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ കാതറിനോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാനൊരു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ വസ്ത്രത്തിൽ ഒരു കറുത്ത വള്ളി കെട്ടിയിട്ടുണ്ട്. തലമുടിയും നല്ല കറുത്തതാണ്, പക്ഷേ ചെറുതായി നരകൾ കാണുന്നുണ്ട്. വർഷം AD 1756. ഞാൻ സ്പെയിൻകാരിയാണ്. എൻ്റെ പേര് ലൂസിയ. എനിക്ക് വയസ്സ് 56. ഞാനിപ്പോൾ നൃത്തം ചെയ്യുകയാണ്. കൂടെ വേറെ കുറച്ച് ആളുകളുമുണ്ട്. പക്ഷേ എനിക്ക് രോഗമുണ്ട്. പനിയാണെനിക്ക്. ഞാൻ നന്നായി വിയർക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ അനവധി പേർക്ക് അസുഖമുണ്ട്. ഈ അസുഖത്താൽ അനേകം ആളുകൾ മരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൽ നിന്നും പകർന്ന രോഗമാണിത്. പക്ഷേ ഇവിടെയുള്ള വൈദ്യന്മാർക്ക് അതറിയില്ലെന്ന് തോന്നുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ഞാൻ സുഖം പ്രാപിച്ചു. എനിക്ക് അസുഖമില്ല. എന്നാലും എൻ്റെ ശരീരത്തിൽ കുറെ വേദനകളുണ്ട്. എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു. അവൾ ഇത്രയും പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരാശയം തോന്നി. ഇതിനു മുൻപ് അവൾ പറഞ്ഞ കഥയിൽ അവൾ അരോണ്ട എന്ന സ്ത്രീയായിരുന്ന കാലത്ത് തൻ്റെ പെൺകുഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ അനന്തരവളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ മനസ്സിൽ വന്ന ഒരാശയത്തിൽ ഡോക്ടർ ഒരു കാര്യം ചോദിച്ചു. ഞാൻ ഡോക്ടർ ബ്രയാൻ വൈസ് നിന്റെ ഏതെങ്കിലും മുൻജന്മത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? അവളുടെ ഈ ലൈഫിൽ തൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയായിരുന്നു ഡോക്ടർ ആ ചോദ്യം ചോദിച്ചത്. എന്നാൽ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു. എനിക്കറിയാം, അങ്ങ് എൻ്റെ അധ്യാപകനായിരുന്നു. ഒരു മേശയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് താങ്കൾ ഞങ്ങളെ ഒരുപാട് പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായാധിക്യം കാരണം താങ്കളുടെ തലമുടി ഒരുപാട് നരച്ചിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഷെയ്ഡ് താങ്കളുടെ മുടിയിൽ കാണാം. താങ്കളുടെ പേരാണ് ഡയോജിൻസ്. അങ്ങ് വളരെ ബുദ്ധിമാനാണ്. ത്രികോണങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് ഷേപ്സിനെ പറ്റിയൊക്കെയാണ് താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ പഠിപ്പിക്കുന്ന ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിരുന്നില്ല കേട്ടോ. ഇത് വർഷം 1568 BC. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ആ സെഷൻ അവസാനിച്ചു. അന്ന് കാതറിൻ പോയ ശേഷം അടുത്തുള്ള കുറച്ച് ദിവസങ്ങളിൽ ഡോക്ടർ ആവട്ടെ അവളുടെ ഈ ഹിപ്നോട്ടിക് നിദ്രയിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു വെക്കാറുണ്ടല്ലോ, അതെല്ലാം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. ഇത് ഒരു അസാധാരണ സെഷൻ ആയിരുന്നല്ലോ. കൂടാതെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഡോക്ടർക്ക് യാതൊരു വിശ്വാസവുമില്ലായിരുന്നു. പുനർജന്മം എന്ന ഒരു കൺസെപ്റ്റ് തന്നെ അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നാണ്. സയൻസ് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കാതറിൻ ഈ പറയുന്നതെല്ലാം വെറും തോന്നൽ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന് ആദ്യം തോന്നിയത്. പക്ഷേ ആ റെക്കോർഡിങ്സ് എല്ലാം വീണ്ടും വീണ്ടും കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊന്നും കാതറിൻ്റെ സങ്കല്പമല്ല, അവൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചു. ഇപ്പോൾ തന്നെ കാതറിൻ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു. മാത്രമല്ല ഓൾറെഡി ഒരുപാട് ഭയമുള്ള ഒരാളും കൂടിയാണ് കാതറിൻ. ഇപ്പോൾ പുതുതായി ഉണ്ടായ ഈ ഓർമ്മകളും കൂടെ അവളെ അലട്ടുന്നത് കൊണ്ട് തന്നെ ഇനിയൊരു ഹിപ്നോട്ടിസം ചെയ്യാൻ അവൾ തയ്യാറാകുമോ എന്ന് ഡോക്ടർക്ക് ആശങ്കയുണ്ടായി. ഏതായാലും ഞാനായിട്ട് ഇനി അവളെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം. കഴിഞ്ഞുപോയ അനുഭവങ്ങളുമായി അവളൊന്ന് പൊരുത്തപ്പെടട്ടെ. എന്നിട്ട് അവൾ വേണമെങ്കിൽ വരട്ടെ. അവൾ വന്നില്ലെങ്കിൽ മാത്രം പിന്നീട് അവളെ വിളിക്കാം എന്ന് ഡോക്ടർ തീരുമാനിച്ചു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഡോക്ടർ വിളിക്കാതെ തന്നെ അടുത്ത ഹിപ്നോട്ടിക് സെഷന് വേണ്ടി കാതറിൻ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് ഓടിക്കയറി വന്നു. അവളെ കണ്ടപ്പോഴേ ഡോക്ടർക്ക് മനസ്സിലായി, മുമ്പത്തെക്കാട്ടിലും പ്രസന്നമാണ് അവളുടെ മുഖം. നല്ല സന്തോഷവതിയായി അവൾ കാണപ്പെടുന്നു. വന്നപ്പോൾ തന്നെ കാതറിൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ വളരെ സന്തോഷവതിയാണ്. മുങ്ങിമരണത്തെക്കുറിച്ച് എൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന ആ ഭയം ഇപ്പോൾ മാറിയിരിക്കുന്നു. ശ്വാസം മുട്ടലിനെ കുറിച്ചുള്ള ആ ഭയത്തിനും നല്ല കുറവുണ്ട്. മാത്രവുമല്ല, ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ സ്വപ്നങ്ങളും ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അവളുടെ വാക്കുകൾ ഡോക്ടറെയും ആശ്ചര്യപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിലെ ആ ഹിപ്നോട്ടിക് തെറാപ്പിയിലൂടെ അവൾ ഓർത്തെടുത്ത അവളുടെ പൂർവ്വജന്മത്തിലെ ആ ഓർമ്മകളെല്ലാം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും അവളുടെ ബോധമനസ്സുമായി കണക്ട് ചെയ്തിരുന്നില്ല. അതായത്
അതൊരോർമ്മയാണോ തൻ്റെ സങ്കല്പമാണോ എന്താണെന്ന് അവൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ആ ഓർമ്മകൾ ഓർത്തെടുത്തതെല്ലാം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പൂർവജന്മം, പുനർജന്മം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണ്. എന്നാൽ പോലും തൻ്റെ പൂർവജന്മത്തിലെ കഥകൾ താൻ ഓർത്തപ്പോൾ അവിടെ താൻ അനുഭവിച്ച ആ കാഴ്ച, അവിടുത്തെ ശബ്ദം, അവിടുത്തെ മണം, നിറം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രമാത്രം തീവ്രത അതിനുള്ളത് കൊണ്ട് തന്നെ താൻ എങ്ങനെയോ ആ കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിലവൾക്ക് ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അപ്പോഴും കിടന്ന ഒരു ചോദ്യമാണ്, തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇതൊരിക്കലും ഒത്തുപോകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ ഇതെല്ലാം ശരിയാകും? എന്നാലും അവൾക്കിതെല്ലാം വിശ്വസിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഡോക്ടർ വീസ് ഒരു കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം കൊളംബിയ സർവകലാശാലയിൽ പഠിക്കുമ്പോൾ വിവിധ മതങ്ങളുടെ താരതമ്യ പഠനം എന്ന പേരിൽ ഒരു റിസർച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിൻ്റെ ഒറിജിനൽ പതിപ്പിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കാണുവാനിടയായി. എന്നാൽ AD 325 റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായ കോൺസ്റ്റന്റൈനും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലനും കൂടെ ചേർന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരുന്ന പുനർജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതത്തിന് എതിരാണെന്ന് പറഞ്ഞായിരുന്നു ആ നീക്കം ചെയ്യൽ. അതുപോലെ തന്നെ ക്രിസ്തീയ മതസഭയുടെ ആദ്യകാലത്തിലെ പുരോഹിതന്മാരൊക്കെ പുനർജന്മത്തെ വിശ്വസിച്ചിരുന്നതായും അംഗീകരിച്ചിരുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരു ജൂതനായിരുന്ന നമ്മുടെ ഡോക്ടർ വെയ്സ് ആവട്ടെ, അദ്ദേഹവും പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മതപരമായ പഠനങ്ങളിലോ മരണശേഷം നിലനിൽക്കുന്ന ആത്മാവിൻ്റെ ആ ഒരു തുടർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വിശ്വസിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഡോക്ടർ വീസ്. ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ഡോക്ടർ വീസ് ആ കുടുംബത്തിലെ 4 മക്കളിൽ മൂത്തയാളായിരുന്നു. അവരുടെ കുടുംബത്തിൽ മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വീട്ടിലെ 4 മക്കളും നല്ല രീതിയിൽ പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ പിതാവിന് അത് വളരെയധികം സന്തോഷം നൽകിയിരുന്നു. വീട്ടിലെ മൂത്ത ആളായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് ഡോക്ടർ വീസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവാകട്ടെ വളരെയധികം സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കുടുംബത്തിൽ സാമ്പത്തികമായ ചെറിയ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ വീസ് പതിയെ പതിയെ വായനയിലേക്ക് തിരിയാനായി തുടങ്ങി. അത് അദ്ദേഹത്തിന് ഒരുപാട് ആശ്വാസം കൊടുത്തു. വായന കൂടാതെ ബേസ്ബോളും ബാസ്കറ്റ്ബോളും അദ്ദേഹം ആസ്വദിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ ചെറിയ പട്ടണത്തിൽ നിന്നും ഈ പട്ടിണിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി ലഭിച്ച് വലിയ ഏതെങ്കിലും പട്ടണത്തിലേക്ക് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി അദ്ദേഹം പഠനം ആരംഭിച്ചു. കെമിസ്ട്രിയാണ് അദ്ദേഹം എടുത്ത വിഷയം. ഓണേഴ്സോടുകൂടെ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു മനോരോഗ വിദഗ്ധനാവാനുള്ള ആ ഒരു താല്പര്യം അദ്ദേഹത്തിൽ വന്നു തുടങ്ങിയത്. അതിലൊന്നാമത്തെ കാരണം അദ്ദേഹത്തിന് സയൻസിനോടുള്ള താല്പര്യമാണ്. 2 മനുഷ്യ മനസ്സിനെ കുറിച്ച് കൂടുതലായി അറിയാനുള്ള ആ ഒരു താല്പര്യം. 3 ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ തൻ്റെ സഹജീവികളോടുള്ള ആ സ്നേഹം ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ആദ്യമത്തെ പഠനം കഴിഞ്ഞ ശേഷം ഒരു ഹോട്ടലിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന സമയത്താണ് കരോളിൻ എന്ന് പറയുന്ന സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ഒരു അതിഥിയായി താമസിക്കാൻ വന്ന വ്യക്തിയായിരുന്നു കരോളിൻ. കണ്ടുമുട്ടിയപ്പോൾ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. മുൻകാലത്ത് എവിടെയോ കണ്ടുമുട്ടിയ പോലെയുള്ള ഒരു ഫീൽ. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അദ്ദേഹം കൊളംബിയയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവർ തമ്മിൽ എൻഗേജ്മെന്റും കഴിഞ്ഞു. കരോളിൻ നല്ല സുന്ദരിയും നല്ല ബുദ്ധിമതിയുമായിരുന്നു. എല്ലാം കൊണ്ടും ഡോക്ടർ വീസിന് ഇണങ്ങുന്ന ഒരു സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ സമയത്താണ് അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആവാൻ ആവശ്യമായ പഠനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അദ്ദേഹം യേൽ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സ്കൂളിൽ പഠനം ആരംഭിച്ചു. ആ പഠനത്തിന്റെ ഗവേഷണ വിഷയമായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് തലച്ചോറിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയും ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പറ്റിയുമൊക്കെയുള്ള ആ പഠനമായിരുന്നു. ഒരുപാട് പുതിയ മനഃശാസ്ത്ര വിദഗ്ധരുമായി ചേർന്ന് അദ്ദേഹത്തിന് റിസർച്ച് ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ കാലങ്ങൾ പോകെ പോകെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡിൽ നല്ല ഡിമാൻഡുള്ളൊരു വ്യക്തിയായി അദ്ദേഹം മാറി. വളരെ സ്ട്രിക്റ്റ് ആയൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം. തൻ്റെ ഓഫീസിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും ചികിത്സിക്കാൻ തനിക്ക് പ്രാപ്തിയുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ സക്സസ്ഫുൾ ആയ ഒരു ഡോക്ടറായി അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്താണ് കാതറിൻ എന്ന ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്നത്. ചുമ്മാ കടന്നു വന്നത് മാത്രമോ, താൻ 1863 BC ജീവിച്ച അരോണ്ടയാണെന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനെ തൻ്റെ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് കാതറിനുമായി ഉണ്ടായത്. ഇപ്പോഴിതാ കാതറിൻ വീണ്ടും വന്നിരിക്കുന്നു. പഴയതുപോലെയല്ല, വളരെ സന്തോഷവതിയായിട്ട്. ഇപ്പോൾ തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആശ്വാസം ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന കാതറിൻ ഇനിയിപ്പോൾ ഒരു ഹിപ്നോട്ടിസം ചെയ്യുവാൻ സമ്മതിക്കുമോ എന്ന് ഡോക്ടർക്ക് ഒരാശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറെ അതിശയിപ്പിച്ചുകൊണ്ട് കാതറിൻ വീണ്ടും ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ അങ്ങോട്ടത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. തന്നെപ്പറ്റി കൂടുതൽ അറിയാൻ അവൾക്ക് തന്നെ ഒരു ആവശ്യമുണ്ടെന്നുള്ളതുപോലെ. അപ്പോൾ ഇന്നത്തെ ഹിപ്നോട്ടിസത്തിൽ അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കാം. അവൾ പറഞ്ഞു തുടങ്ങുകയാണ്, ഞാൻ ഒരു വെള്ളത്തിലേക്ക് ഒരുപാട് പൂക്കൾ എറിയുന്നുണ്ട്. ഇത് ഒരു മതപരമായ ചടങ്ങാണ്. എൻ്റെ മുടിക്ക് സ്വർണ്ണ നിറമാണ്. അത് പിന്നിയിട്ടിരിക്കുന്നു. സ്വർണ്ണ നിറമുള്ള ഒരു വസ്ത്രവും ഞാൻ ധരിച്ചിട്ടുണ്ട്. എൻ്റെ കാലിൽ ചെരുപ്പമിട്ടിട്ടുണ്ട്. ഇവിടെ ആരോ മരിച്ചെന്ന് തോന്നുന്നു. രാജകുടുംബത്തിലെ ആരോ ആണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി, രാജമാതാവാണ് മരിച്ചത്. ഞാൻ രാജകൊട്ടാരത്തിലെ സേവകയാണ്. അവിടുത്തെ ഭക്ഷണശാലയിലാണ് എൻ്റെ ജോലി. എനിക്ക് ഒരു ഡെഡ് ബോഡിയുടെ സ്മെൽ ഇവിടുന്ന് വരുന്നുണ്ട്. ഇവിടെ മരണശേഷം 30 ദിവസത്തേക്ക് മൃതദേഹം ഉപ്പിലിട്ട് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ശരീരം ഉണങ്ങിപ്പോകും. പിന്നീട് അതിലെ അവയവങ്ങൾ വേർതിരിച്ചെടുക്കും. ഇവിടെ കാതറിൻ താൻ അരോണ്ടയായിരുന്ന സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. താൻ അരോണ്ടയായി ജീവിച്ച ആ സമയത്തെ ഉള്ള മറ്റൊരു ഓർമ്മകൾ. അങ്ങനെ മരണശേഷം ശരീരം പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രക്രിയയിൽ അവളും കൂടെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു കെട്ടിടത്തിലും അവൾക്ക് കുറെ ഡെഡ് ബോഡീസ് കാണാം. അതെല്ലാം ഇവർ പൊതിഞ്ഞു വെക്കണം. മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് വീണ്ടും മുന്നോട്ട് ജീവിക്കുന്നു എന്നതാണ് അവരുടെ കൺസെപ്റ്റ്. മരണാനന്തര ജീവിതത്തിലേക്ക് അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടാനായിട്ട് ആ മരണപ്പെട്ടയാൾ അയാൾക്ക് ആവശ്യമായ വസ്തുക്കളും കൂടെ കൊണ്ടുപോകും. പൂർവജന്മത്തെക്കുറിച്ച് ഒരു വിശ്വാസവുമില്ലാത്ത ജൂതനായ ഡോക്ടറുടെ മുമ്പിൽ ഇതാ കാതറിൻ ആവട്ടെ പൂർവ്വകാലത്തെ ഈജിപ്തുകാരുടെ മരണാനന്തര ജീവിത വിശ്വാസങ്ങളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു കാതറിൻ. അങ്ങനെ താൻ അരോണ്ടയായിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് അവൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം അവൾ മൗനം പാലിച്ചു. ഡോക്ടർ ആവട്ടെ അവൾക്ക് ആവശ്യമായ സമയം കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ആ മൗനത്തിന് ശേഷം അവൾ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഗുഹയിൽ മഞ്ഞുകട്ടകൾ തൂങ്ങിക്കിടക്കുന്നു. ഇവിടെ ഒരുപാട് പാറകളുമുണ്ട്. ഇരുട്ടുമൂടിയ ഭയാനകമായ ഒരു പ്രദേശമാണത്. അവൾ തുടരുന്നു, ഞാൻ വൃത്തിഹീനയാണ്. എനിക്ക് തന്നെ എന്നെ നാറുന്നുണ്ട്. ഇവിടെ കുറെ കെട്ടിടങ്ങളും കുറെ വണ്ടിയും കാണുന്നുണ്ട്. വണ്ടിക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ ചക്രങ്ങളാണ്. എൻ്റെ തലമുടിക്ക് തവിട്ട നിറമാണ്. തലയിൽ ഒരു തുണി കെട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷവതിയാണ്. എൻ്റെ പിതാവുമുണ്ട് എൻ്റെ കൂടെ. അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ്, അല്ല, അത് എഡ്വേർഡ് ആണല്ലോ. എഡ്വേർഡിൻ്റെ പിതാവാണോ? അതായത് അവൾ നേരത്തെ പറഞ്ഞല്ലോ അവളുടെ സുഹൃത്തായ ഡോക്ടർ എഡ്വേർഡിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ആ എഡ്വേർഡാണ് അവൾ ഇപ്പോൾ പറയുന്ന ഈ പൂർവ്വജന്മത്തിൽ അവളുടെ പിതാവ്. അല്ലെങ്കിൽ ആ എഡ്വേർഡിൻ്റെ അതേ രൂപമുള്ള ഒരാളാണ് ഈ പൂർവ്വജന്മത്തിൽ അവളുടെ പിതാവ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആശ്ചര്യമായി. അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ പിതാവ് എഡ്വേർഡ് ആണല്ലോ എന്ന് അവൾ ആശ്ചര്യത്തോടു കൂടെ പറയുകയാണ്. അവൾ കണ്ടിന്യൂ ചെയ്യുന്നു,
ഞങ്ങളൊരു താഴ്വരയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ധാരാളം ഒലിവ് മരങ്ങളും അത്തിവൃക്ഷങ്ങളുമുണ്ട്. ആളുകൾ കടലാസിൽ എന്തൊക്കെയോ എഴുതുന്നു. ദിവസം മുഴുവൻ അവർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഒരു വായനശാല നിർമ്മിക്കുകയാണ്. ഇത് വർഷം 1536 BC. ഇവിടം ഒരു തരിശു ഭൂമിയാണ്. എന്റെ പിതാവിന്റെ പേര് പെർസിയൂസ്. എന്റെ അച്ഛന് താങ്കളെ പരിചയമുണ്ട്, താങ്കളെ അറിയാം. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃഷിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും എല്ലാം നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്റെ പിതാവ് എന്നോട് പറയുന്നുണ്ട് താങ്കൾ മിടുക്കനാണെന്നും താങ്കൾ പറയുന്നതെല്ലാം ഞാൻ ചെവിക്കൊള്ളണമെന്നും. ഇത്രയും പറഞ്ഞിട്ട് അവൾ കുറച്ച് മുമ്പോട്ടേക്കുള്ള കാലത്തേക്ക് പോയി. എന്നിട്ട് അവൾ പറയുകയാണ്, എന്റെ പിതാവ് മരിക്കുകയാണ്. ഇരുട്ടടഞ്ഞ ഒരു മുറിയാണത്. അദ്ദേഹം വളരെ വൃദ്ധനായിരിക്കുന്നു. രോഗബാധയുമുണ്ട്. എനിക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നു, ഒരുതരം ശൂന്യത പോലെ. എന്നിട്ട് പിന്നീട് പിതാവ് മരിച്ചു എന്നും അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ നേരെ പോയത് അവളുടെ സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകളിലേക്കാണ്. അവൾ പറയുന്നു, ഞാൻ വൃദ്ധയാണ്, എനിക്ക് ബലമില്ല. എൻ്റെ കിടക്കയുടെ അടുത്ത് എൻ്റെ മകൾ ഇരിപ്പുണ്ട്. എൻ്റെ ഭർത്താവും നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. മകളുടെ ഭർത്താവുമുണ്ട് അടുക്കൽ. അവരുടെ കുട്ടികളുമുണ്ട്. എനിക്ക് ചുറ്റും കുറേയധികം ആൾക്കാർ വന്നു നിൽക്കുന്നു. അങ്ങനെ വളരെ ശാന്തമായി അവൾ മരിക്കുന്നതായിട്ട് അവൾ പറയുന്നു. മരണശേഷം അവൾ തൻ്റെ ശരീരത്തിന് മുകളിലൂടെ ഒഴുകി നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുവെന്ന് അവൾ ഡോക്ടർ വീസിനോട് പറയുന്നു. അപ്പോൾ ഡോക്ടർ വീസിന് താൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. ഡോക്ടർ റെയ്മണ്ട് മൂഡിയുടെ ഒരു പഠനം. ഡോക്ടർ റെയ്മണ്ട് മൂഡി പഠനവിധേയമാക്കിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതേ അനുഭവം പറയുന്നുണ്ട്. മരണശേഷം അവരും അവരുടെ ശരീരത്തിന് മീതെ ഒഴുകി നടന്ന പോലെ അവർക്ക് തോന്നിയിരുന്നുവെന്ന്. ഇനി വീണ്ടും കാതറിനിലേക്ക്. ഡോക്ടർ അവളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒഴുകി നടന്ന ശേഷം നിനക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ അതിന് മറുപടി പറയാതെ കാതറിൻ മൗനം പാലിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നിനിയും ഈ സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്നും ഇവിടെ അവസാനിപ്പിക്കാമെന്നും വിചാരിച്ച ഡോക്ടർ അവളെ ആ നിദ്രയിൽ നിന്നും വിളിച്ചുണർത്തുന്നു. അങ്ങനെ പുനർജന്മത്തെക്കുറിച്ച് വിശ്വാസമേ ഇല്ലാതിരുന്ന നമ്മുടെ ഡോക്ടർ ഇപ്പോഴാവട്ടെ ആകാംക്ഷ കൂടിയിട്ട് പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായ പ്രബന്ധങ്ങളൊക്കെ അടങ്ങിയ പുസ്തകങ്ങൾ തപ്പി അമേരിക്കയിലെ പല ലൈബ്രറികളും കയറിയിറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പ്രശസ്ത മനോരോഗ ചികിത്സകനായിട്ടുള്ള ഡോക്ടർ ജയാൻ സ്റ്റീവൻസൺ എഴുതിയ ഒരു പുസ്തകം കിട്ടുവാനിടയായി. അതിൽ അദ്ദേഹം 2000 കുട്ടികൾക്കുണ്ടായ പുനർജന്മ ഓർമ്മകളെക്കുറിച്ച് വിവരിച്ചിരുന്നു. അദ്ദേഹം പഠനം നടത്തിയതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ആ കുട്ടികളിൽ പലരും അവർ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും യാതൊരു ബന്ധമില്ലാത്തതുമായ മറ്റു ഭാഷകൾ ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നുവെന്നാണ്. ഈ ഒരു പഠനം വഴിയായി ഡോക്ടർ ജയാൻ സ്റ്റീവൻസന് ഒരുപാട് അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുസ്തകം കൂടാതെ പലതരം മനോരോഗ വിദഗ്ധരുടെയും ഗവേഷകരുടെയും ഒക്കെ പുസ്തകങ്ങൾ തപ്പിയെടുത്ത് ഡോക്ടർ ബ്രയാൻ വൈസ് വായിക്കാൻ തുടങ്ങി. വായിക്കും തോറും വീണ്ടും വീണ്ടും വായിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാനുമുള്ള ആ ആഗ്രഹം അദ്ദേഹത്തിന് കൂടി വന്നുകൊണ്ടേയിരുന്നു. മനുഷ്യ മനസ്സിനെക്കുറിച്ച് തനിക്ക് നല്ല ധാരണയാണെന്ന് വിചാരിച്ചിരുന്ന ഡോക്ടർ വെയ്സിന് ഇപ്പോൾ മനസ്സിലായി തനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു, തനിക്കൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാലും ഈ പുസ്തകങ്ങളെല്ലാം തപ്പിയെടുത്ത് ധാരാളം വായിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ അപ്പോഴും ബാക്കി നിന്നു. അങ്ങനെ ഓരോരോ തെറാപ്പി സെഷൻസും അങ്ങനെ മുൻപോട്ട് പോകുന്തോറും കാതറിൻ പയ്യെ പയ്യെ മെച്ചപ്പെട്ടു വരുന്നതായി കാണപ്പെട്ടു. വർഷങ്ങളായി തന്നെ അലട്ടിയിരുന്ന ആ ഭീതിയിൽ നിന്നൊക്കെ അവൾക്ക് പതിയെ മോചനം ലഭിക്കുന്നത് പോലെ കാണപ്പെട്ടു. സത്യമോ മിഥ്യയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തായിരുന്നാലും ഈയൊരു ഓർമ്മകൾ കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ തൻ്റെ രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിച്ചല്ലോ എന്ന ഒരു ആശ്വാസമായിരുന്നു ഡോക്ടർ വീസിന്. അതുകൊണ്ട് തന്നെ കാതറിൻ്റെ മേൽ ഹിപ്നോട്ടിസം തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോൾ ഈ സെഷനിൽ അവൾ പറഞ്ഞു തുടങ്ങുകയാണ്, ഞാനൊരു ഗോപുരം കാണുന്നുണ്ട്, അടുത്ത് ഒരു കടൽ കാണാം, ഞാൻ ഒരു ആൺകുട്ടിയാണ്, എൻ്റെ തലമുടിക്ക് സ്വർണ്ണ നിറമാണ്, ഒരു പ്രത്യേകതരം ടെക്സ്ചറുള്ളൊരു മുടിയാണ്, നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, മൃഗത്തിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ്. അവിടെയുള്ള ഗോപുരത്തിന് മുകളിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്.
അവർ പാറാവുകാരാണ്. കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല. അവർ ഗെയിം കളിക്കുകയാണ്. വൃത്താകൃതിയുള്ള ഒരു ബോർഡിൽ അവർ കളിക്കുന്നു. മൂർച്ചയുള്ള കത്തി പോലെ തോന്നിക്കുന്ന ഒരുതരം കരുക്കളാണ് ആ ബോർഡിൽ വച്ചിരിക്കുന്നത്. കരുക്കൾ ആ ബോർഡിലുള്ള ഒരു ദ്വാരത്തിൽ ഇറക്കി വെക്കാനായിട്ട് സാധിക്കും. ഓരോ കരുക്കളിലും ഓരോ മൃഗങ്ങളുടെ രൂപം കൊത്തിയിട്ടുണ്ട്. ഇത് കിറുസ്ഥാൻ എന്ന സ്ഥലമാണ്, നെതർലൻഡിന്റെ ഒരു ഭാഗം. വർഷം 1473. ഞാനിപ്പോൾ ഒരു തുറമുഖത്ത് നിൽക്കുകയാണ്. കടലിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കോട്ടയുണ്ട്. ഒരുപാട് വെള്ളം ചുറ്റിലും കാണാം. എനിക്കിപ്പോൾ ഒരു കുടിലും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എൻ്റെ മാതാവ് ഒരു മൺപാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നു. എൻ്റെ പേര് ജോഹാൻ. അപ്പോൾ ഡോക്ടർ വീസ് അവളോട് അവളുടെ ആ ജന്മത്തിലെ മരണസമയത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ആവശ്യപ്പെടുന്നു. അവളുടെ നിലവിലുള്ള ഭയങ്ങളുടെയൊക്കെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മുൻജന്മങ്ങളിലെ മരണവുമായി അതിന് ബന്ധമുണ്ടെന്നാണ് ഡോക്ടർ വീസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്ക് കടന്നു പോകുവാൻ അവളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവൾ അത് ഓർത്തെടുത്ത് പറയുകയാണ്. എനിക്ക് കുറെ ബോട്ടുകൾ കാണാം. ഞങ്ങൾ കുറെ പേർ കൈകളിൽ ആയുധങ്ങളുമായി ഇവിടെ നിൽക്കുന്നു. വലിയ കുന്തം, അമ്പും വില്ലും, കവണകൾ, ഇതൊക്കെയാണ് കയ്യിലെ ആയുധങ്ങൾ. ഇവിടെ ഇരുട്ടാണ് ചുറ്റിലും. എനിക്ക് ഭയം തോന്നുന്നുണ്ട്. എനിക്ക് മൃഗങ്ങളെ ഭയമാണ്. ഒരു വല്ലാത്ത നാറ്റം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മൃഗത്തിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഷൂസാണ് എൻ്റെ കാലിൽ കിടക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ എതിർവശത്തുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൈവശവും ഒരു കഠാരയുണ്ട്. പക്ഷെ ആരെയും കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടറുടെ മുമ്പിൽ കിടക്കുന്ന ആ കാതറിൻ ശ്വാസം മുട്ടുന്നത് പോലെ വെപ്രാളപ്പെടാനായി ആരംഭിക്കുന്നു. ആ ശ്വാസം മുട്ടലിനിടയ്ക്കും അവൾ പറയുന്നുണ്ട് അതിൻ്റെ കാരണം. ആ യുദ്ധത്തിനിടയ്ക്ക് ശത്രുപക്ഷത്തുള്ള ഒരാൾ പുറകിൽ നിന്നും അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കഠാര കൊണ്ട് അവളുടെ കഴുത്ത് മുറിക്കുകയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു അവളുടെ മരണം. ഇതിലെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അതല്ല. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളെ കഴുത്തിന് മുറിച്ച് കൊന്ന ആ ശത്രു മറ്റാരുമായിരുന്നില്ല, അവളുടെ ഇപ്പോഴത്തെ കാമുകനായിട്ടുള്ള സ്റ്റുവേർട്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പേ അവൾ ഘാതകന്റെ മുഖം കൃത്യമായി കണ്ടതാണ്. സ്റ്റുവേർട്ടിന്റെ അതേ മുഖമായിരുന്നു അവളുടെ ഘാതകന്. അത് വളരെ ആശ്ചര്യമുണ്ടാക്കി. അങ്ങനെ 21-ാം വയസ്സിൽ ജോഹൻ മരണമടഞ്ഞു. ഇത്തവണയും അവളുടെ ഡെഡ് ബോഡിക്ക് മുകളിലായി അവൾ ഒഴുകി നടന്നു. തൻ്റെ താഴെ കിടക്കുന്ന തൻ്റെ ആ ഡെഡ് ബോഡി അവൾക്ക് കാണാമായിരുന്നു. അവളെന്ന് പറഞ്ഞാൽ കാതറിൻ്റെ ആ മുൻജന്മ രൂപമായ ജോഹാൻ. അങ്ങനെ അവൾ ഡെഡ് ബോഡിയിൽ നോക്കി നിൽക്കെ തന്നെ അങ്ങനെ ഒഴുകി നടന്ന അവൾ മുകളിലേക്ക് പൊങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് വളരെ പരിഭ്രമം അനുഭവപ്പെട്ടു. ചെറിയ ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് അവൾ കടന്നു. അവൾക്ക് മനസ്സിലായി അവൾ അവിടെ പുനർജനിക്കാൻ തുടങ്ങുകയാണ്. അവളെ ആരോ പിടിക്കുന്നു. പുനർജന്മം നടത്താൻ അവളെ ആരോ സഹായിക്കുന്നു. ആ സഹായിക്കുന്ന ആളുകൾ വെള്ള വസ്ത്രത്തിന്മേലെ ഒരു പച്ച വസ്ത്രം ധരിച്ചവരാണ്. ഒരു വെള്ള തൊപ്പിയും അവർ ധരിച്ചിട്ടുണ്ട്. ഈ മുറിക്ക് പ്രത്യേക തരം ജനാലകളാണ് ഉള്ളത്. കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ. ഇതാ എൻ്റെ അടുത്ത പുനർജന്മത്തിലെ അമ്മയെ എനിക്ക് കാണാം. അവർക്ക് നീളമുള്ള കറുത്ത തലമുടിയാണ്. എന്നെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു. അല്ല, ഇതെന്റെ ഇപ്പോഴത്തെ അമ്മ തന്നെയാണല്ലോ. ഇത് അവളിൽ വളരെ ആശ്ചര്യമുണ്ടാക്കി. അതായത് അവളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന അവളുടെ പുതിയ ജന്മത്തിലെ അമ്മ അവളുടെ ഇപ്പോഴത്തെ ജന്മത്തിലെ അമ്മ തന്നെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. കാതറിൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഡോക്ടർ വീസിന് അല്പം സമയമെടുത്തു. ഇതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ തെളിയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇങ്ങനെ പലപ്പോഴായി കാതറിന്റെ കൂടെ ഹിപ്നോട്ടിസം ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മേ ബി അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഹിപ്നോട്ടിസം ചെയ്യാത്ത സമയത്ത് പോലും അവൾ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തോ ഒരു അതിമാനുഷികത അവളിൽ പ്രകടമാകുന്നത് പോലെ ഡോക്ടർക്ക് തോന്നി. അടുത്ത സെഷനിൽ ഡോക്ടർ അവളോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡോക്ടർ ചോദിക്കുന്നതിന് മുമ്പേ അവൾ മുൻകൂട്ടി ഡോക്ടറോട് വന്ന് പറയുന്നു. അതുപോലെ അവൾക്ക് ഉറക്കത്തിലുണ്ടാകുന്ന സ്വപ്നങ്ങളൊക്കെ പിന്നീട് സത്യമായി ഫലിക്കുന്നതായും അവൾ പറയുന്നു. ഒരിക്കൽ കാതറിന്റെ പിതാവ് ക്ലിനിക്കിൽ വന്നു. കാതറിന്റെ ഈ സൈക്കിക് എബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി തുടങ്ങിയിരുന്നു. അദ്ദേഹം ഡോക്ടറോട് പറയുകയാണ്,
എന്നിരുന്നാലും അദ്ദേഹത്തിനത് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല എന്ന് മനസ്സിലാക്കിയ കാതറിൻ സത്യം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തെയും കൂട്ടി ഒരു കുതിരപ്പന്തയം നടത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ വിജയിക്കാൻ പോകുന്ന ടിക്കറ്റ് അവൾ തിരഞ്ഞെടുത്തു. ഫലം വന്നപ്പോഴാകട്ടെ അവളുടെ പിതാവ് അമ്പരന്നു പോയി. ജയിച്ചതെല്ലാം അവൾ തിരഞ്ഞെടുത്ത ടിക്കറ്റ് തന്നെയായിരുന്നു. സമ്മാനത്തുക കൈപ്പറ്റിയ കാതറിൻ അപ്പോൾ തന്നെ റോഡിൽ കണ്ട ഒരു പാവപ്പെട്ട ആൾക്ക് ആ സമ്മാനത്തുക കൈമാറി. തൻ്റെ ഈ കഴിവ് അനാവശ്യമായി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നൊരു നിർബന്ധം അവൾക്കുണ്ടായിരുന്നു. ഇതെല്ലാം അവൾക്ക് പുതുമയായിരുന്നുവെങ്കിലും അവൾക്ക് ചിലപ്പോഴൊക്കെ അവളുടെ കഴിവുകളെ ഓർത്ത് ഭയവും തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും ഹിപ്നോട്ടിസത്തിന് വിധേയയാവാനാവട്ടെ അവൾക്ക് പൂർണ്ണ സമ്മതവുമായിരുന്നു. അങ്ങനെ അവളുടെ കഴിവുകളെപ്പറ്റിയും അവളുടെ പൂർവ്വജന്മത്തിലെ ഓരോ അനുഭവങ്ങളെപ്പറ്റിയും കൂടുതലായി മനസ്സിലാക്കാനായിട്ട് ഡോക്ടർ വീസ് തീരുമാനിക്കുകയാണ്.